SNDP ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ പ്രബോധന യജ്ഞം സംഘടിപ്പിക്കുന്നു. ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ മെയ് 15, 16, 17, 18 തീയതികളിലാണ് യജ്ഞം. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് യജ്ഞാചാര്യൻ. SNDP യോഗം കുന്നനാട് യൂണിയന്റെ ആശീർവാദത്തോടെ ഗുരുധർമ്മ പ്രചാരണ സഭ, ചേരാനല്ലൂർ യൂണിറ്റ്, ധർമ്മപരിപാലന സഭ എന്നീ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ചേരാനല്ലൂർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യ പ്രബോധന യജ്ഞം സംഘടിപ്പിക്കുന്നു. ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിൽ മെയ് 15, 16, 17, 18 തീയതികളിലാണ് യജ്ഞം. ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് യജ്ഞാചാര്യൻ. 15-ാം തീയതി വൈകിട്ട് 3-ന് സച്ചിദാനന്ദ സ്വാമികളെ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം മേൽശാന്തി TV ശിബുശാന്തി പൂർണ്ണകുംഭം നൽകി യജ്ഞവേദിയിലേക്ക് ആനയിക്കും. തുടർന്ന് മഹാശാന്തി ഹവനം, ശ്രീനാരായണ ദിവ്യജ്യോതി പ്രയാണം എന്നിവ ഉണ്ടാകും. കുന്നനാട് യൂണിയനിലെ ചേരാനല്ലൂർ SNDP 866 നമ്പർ ശാഖ നടത്തുന്ന ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നടത്തുന്ന 430ാമത് ധ്യാനത്തിന്റെ ആരംഭം മെയ് മാസം 15, 16, 17, 18 തീയതികളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനമേറ്റ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത ധ്യാനം, ഭഗവാൻ ഗുരുദേവന്റെ 64 കൃതികളിലൂടെ ജനമനസ്സുകളിലേക്ക് തുറന്നു കാട്ടി തരുന്നതാണ് ഈ ധ്യാനം. ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ ഗുരുദേവനെ എപ്പോഴും എല്ലാ സമൂഹവും എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ വ്യക്തമായ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി വൈകിട്ട് 6 മണിയോടെ ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും നടക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ശാന്തി ഹവന യജ്ഞം നടക്കും. ഞായറാഴ്ച വൈകിട്ട് മഹാപ്രസാദ വിതരണം, സമർപ്പണം, ദക്ഷിണ സമർപ്പണം, ആത്മപ്രതിജ്ഞ എന്നിവയോടെ യജ്ഞം പര്യവസാനിക്കും. യജ്ഞവേദിയിലെ വഴിപാടായി ശാന്തി ഹവന പൂജ, ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, കുടുംബൈശ്വര്യ പൂജ എന്നിവ നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. മെയ് 15, 16, 17, 18 തീയതികളിലായിട്ട് ശ്രീനാരായണ ദിവ്യ പ്രബോധന ധ്യാന യജ്ഞത്തിലെ 430ാമത്തെ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത്. ഗുരുദേവന്റെ സന്ദേശങ്ങളും ആത്മീയ ദർശനവും, അദ്വൈത ആത്മീയ ദർശനവും ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഏകദേശം 30ഓളം വർഷം മുൻപ് ആരംഭിച്ച ദിവ്യ പ്രബോധനവും ധ്യാനവും ഈ ഗുരുവിന്റെ ദർശനവും ജീവിതവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വളരെ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. ഗുരുദർശനങ്ങളുടെ, ഗുരു സന്ദേശങ്ങളുടെ തനിമയും തെളിമയും ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിൽ സ്വാമിയുടെ ഈ ധ്യാനം വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ ആരംഭിച്ച് 21ാം നൂറ്റാണ്ടിലും വിജയകരമായി തുടരുന്ന ഈ ആത്മീയ വിജ്ഞാനദായക യജ്ഞത്തില് ശ്രീനാരായണ ഗുരുദേവന്റെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ 73 വർഷത്തെ ജീവിതമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ശാഖ പ്രസിഡന്റ് KR സജീവൻ, ശാഖ സെക്രട്ടറി VS അജയകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ ജയപ്രകാശ്, ജോയിന്റ് കോർഡിനേറ്റർ രേഖ ഷിബു, ശാഖ കമ്മിറ്റി അംഗം ശാന്ത പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ലോകത്ത് ആദ്യമായി ഒരു കുഞ്ഞ് കരയാതെ ജനിച്ചു. അങ്ങനെ കരയാതെ ജനിച്ച കുഞ്ഞ് 73 വർഷക്കാലം സശരീരനായി ജീവിച്ച് ലോകത്തെ മാറ്റിമറിച്ച ആത്മജ്ഞാനത്തിലൂടെ, ആത്മതപസ്സിലൂടെ ആത്മജ്ഞാനം നേടിയെടുത്തുകൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ദർശനവും സന്ദേശവും ഏകദേശം 64 കൃതികളിലൂടെ മാനവരാശിക്ക് സമർപ്പിച്ചു. ആ ഭഗവാനെ അറിയാൻ, ആ ഗുരുവിനെ അറിയാൻ, ആ ഗുരുവിന്റെ കാരുണ്യം അനുഗ്രഹം നേടുന്നതിന് വേണ്ടി ഈ ചേരാനല്ലൂർ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രാങ്കണത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്നേഹപുരസ്സരം സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് ഇത് വിജയകരമാക്കി തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.